നമസ്കാരം. കാവുകളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന താന്ത്രിക സാന്നിധ്യം എന്നുള്ള വിഷയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട്ടിലും ഒക്കെ കാവുകൾ കാണാൻ കഴിയും. കാവുകൾ പരിപൂർണമായ പ്രകൃതിയുടെ വിലാസ രംഗങ്ങൾ കൂടിയാണ്. അനേകം വ്യത്യസ്തങ്ങളായ വൃക്ഷസങ്കുലം, അനേകം വിഭിന്നമായ പല വിഭാഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും എല്ലാം ഇഴ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വളരെ സങ്കീർണമായ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കാവുകൾ എന്ന് പറയുന്നത്. ഈ കാവുകൾ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രഥമ സ്ഥാനത്ത് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ എന്ന സങ്കല്പം ഇത്രയും പുരോഗതി പ്രാപിക്കുന്നതിന് മുൻപ് നാനാ ദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾ, ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ വന്ന് ദർശനം നടത്തി ആരാധന ചെയ്ത് പോകുന്ന ഇന്നത്തെ കാലഘട്ടം വികസിച്ചു വരുന്നതിന് മുമ്പ് ഭൂരിഭാഗം മനുഷ്യരും അവരവരുടെ കുടുംബക്കാവുകളിൽ പ്രകൃതിയെ പരാശക്തിയായി സങ്കല്പിച്ച് ആരാധിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം കഴിഞ്ഞാണ് നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. കാവുകളിൽ ഉള്ള പ്രധാനപ്പെട്ട താന്ത്രിക സാന്നിധ്യം എന്ന് പറയുന്നത് ശാക്തേയ ചൈതന്യം തന്നെയാണ്. കാവുകൾ ഇന്ന് പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. കാളിക്കാവുകളുണ്ട്, ഗന്ധർവൻ കാവുകളുണ്ട്, സർപ്പക്കാവുകളുണ്ട്. ഇതെല്ലാം സങ്കുലമായി സാന്നിധ്യപ്പെടുന്ന കാവുകളും ധാരാളമായി ഉണ്ട്. എന്നിരുന്നാലും കാവുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശക്തി സാന്നിധ്യം എന്ന് പറയുന്നത് പരാശക്തി ഭാവത്തിൽ കുടികൊള്ളുന്ന കാളി ദേവത തന്നെയാണ്. കാളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാലസ്വരൂപിണി എന്നാണ്. നമ്മൾ മലയാള പദം വ്യാഖ്യാനിച്ച് വരുമ്പോൾ കറുപ്പ് നിറമുള്ളവർ അല്ലെങ്കിൽ ശ്യാമളവർണ്ണം, നീലക്കറുപ്പ് നിറം ഉള്ളവൾ എന്നൊക്കെ അർത്ഥം പറയാമെങ്കിലും പൂർണ്ണമായിട്ടും കാളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാലസ്വരൂപിണി, കാലമാകുന്ന ചൈതന്യം ഉൾക്കൊള്ളുന്നവൾ എന്നാണ്. മഹാകാളി എന്ന് പറഞ്ഞാൽ ആദിമധ്യാന്തരഹിതമായ മഹത്തായ കാലസ്വരൂപിണി. അതാണ് മഹാകാളി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭദ്രകാളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാലോ, ഭദ്രമായ കാലത്തെ നൽകുന്നവൾ. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളകരം, സുരക്ഷിതമായത് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സുരക്ഷിതമായി എന്നുള്ള ഒരർത്ഥമുണ്ട്. ഭദ്രകാളി, ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ കാലങ്ങളെ നമുക്ക് നൽകുന്നവൾ, നമ്മളുടെ കാലത്തെ സുരക്ഷിതമാക്കുന്നവൾ എന്നാണ്. അതായത് എത്ര മോശം കാലം ജാതകപ്രകാരം നമുക്കുണ്ടായാലും ആ മോശം കാലത്തിൻ്റെ അനുഭവദോഷങ്ങൾ നമ്മളിലേക്ക് ബാധിക്കാതെ നമ്മളെ കാത്തു രക്ഷിക്കുന്നവൾ എന്നാണ് ഭദ്രകാളി പദത്തിൻ്റെ പ്രധാന അർത്ഥം. ഈ അർത്ഥം അറിയുന്നവൻ ഒരുപാട് പരിഹാരത്തിനൊന്നും പോകാറില്ല, പോകേണ്ട ആവശ്യമില്ല. ഏതെല്ലാം കാലദോഷങ്ങൾ ഒരുവനിൽ ബാധിക്കപ്പെട്ടാലും അതിൽ നിന്നെല്ലാം പൂർണ്ണമായ മോചനം നൽകാൻ ഭദ്രമായ കാലത്തെ പ്രദാനം ചെയ്യുന്നവളായ
ഭദ്രകാളി ആരാധന മാത്രം മതി. അപ്പോൾ കാവുകളിൽ കുടികൊള്ളുന്ന ഏറ്റവും പ്രധാനമായ താന്ത്രിക ശക്തി എന്ന് പറയുന്നത് ഈ ഭദ്രകാളി ചൈതന്യം തന്നെയാണ്. നാഗരാജാവും നാഗയക്ഷിയും എന്നുള്ള സങ്കല്പത്തിൽ വരുന്ന കാവുകളിൽ ഈ നാഗയക്ഷി എന്ന് പറയുന്നത് ശരിക്കും പാർവതി ചൈതന്യം തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് നാഗയക്ഷി. ഗന്ധർവൻ കാവുകളിലോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ യക്ഷി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകും. യക്ഷി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുന്നവളെന്ന, അതും പ്രകൃതിയായ ദേവിയുടെ ഒരു ഭാവാന്തരം തന്നെയാണ്. ഇങ്ങനെ കാവുകളിൽ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കഴിഞ്ഞുകൂടുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയായിരിക്കുന്ന പരാശക്തിയെ തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യവും. നമസ്കാരം.